ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഞാനിത് ഒരു 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ എന്താ പറയുക, എപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസിങ് തുടങ്ങിയോ അപ്പോൾ മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ്. കണ്ടില്ലേ, ഇതാ ഇപ്പോൾ ഇങ്ങനത്തെ ബോക്സിലാണ്. പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇതിപ്പോൾ കുറച്ച് സ്റ്റഡി ആയിട്ടുള്ള ബോക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത്, ഏത് കപ്പാണ് നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സിറോണയാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് 5 വർഷമായിട്ട് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അടിപൊളി കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യാൻ കാരണം. എൻ്റെ മെൻസ്ട്രൽ കപ്പ് ഏകദേശം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടോ. കാരണം അതിങ്ങനെ ദ്രവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയത് വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ സിറോണയുടെ മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൂടാതെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മെൻസ്ട്രൽ കപ്പ് മാത്രമാട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഇപ്പോൾ വർക്കിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാഡ് വെക്കാറുണ്ട്. എങ്ങനെ വെച്ചെങ്കിൽ എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മെൻസ്ട്രൽ കപ്പ് എന്താ പറയുക മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്കത് ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റില്ലെങ്കിൽ നമുക്കിത് എന്താ പറയുക ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. മീൻസ് അതിൽ ബ്ലഡ് കളഞ്ഞ് അത് വീണ്ടും ഇൻസേർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞാൻ പാഡ് വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുകയാണ് ഇന്ന് ഓവർഫ്ലോ ഉള്ള ദിവസമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ മെൻസ്ട്രൽ കപ്പ് ഞാൻ വെക്കാതിരിക്കാറില്ല. ഓക്കെ, ഞാൻ ഇതെപ്പോഴും വെക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ എന്താണ് നമ്മുടെ പാഡ് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതാ വീണ്ടും ഞാൻ സിറോണയുടെ മെൻസ്ട്രൽ കപ്പ് വാങ്ങി. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഈ മാർക്കറ്റിൽ പല കളറുള്ള മെൻസ്ട്രൽ കപ്പൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. വയലറ്റ് അങ്ങനെ ഇങ്ങനെ കുറേ കളർ. അപ്പോൾ ചോദിച്ചു, എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പിങ്ക് കളർ മെൻസ്ട്രൽ കപ്പായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ കളർ ചേഞ്ച് വേണമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയം സൈസിന് ഒരു പിങ്ക് കളർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടില്ലേ, പിങ്ക് കളർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ശരി, ഞാൻ പിങ്ക് കളറിൽ തന്നെ വാങ്ങി. അതായത് ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് C-സെക്ഷൻ ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാർജ് സൈസിലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാക്കേജിങ്ങിലാട്ടോ വരുന്നത്. ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ പെട്ടിയുടെ ഉള്ളിൽ ഈ മെൻസ്ട്രൽ കപ്പും അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കവറും കണ്ടോ, തുണിസഞ്ചിയാണ് കേട്ടോ, ചാക്ക് സഞ്ചി. ഓക്കെ, അതും പിന്നെ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഞാൻ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് എന്താ പറയുക ഇപ്രാവശ്യത്തെ മെൻസ്ട്രേഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ പുതിയ മെൻസ്ട്രൽ കപ്പ്. നല്ല സോഫ്റ്റ് ആട്ടോ, അടിപൊളി. എനിക്ക് നേരത്തേനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനുള്ള പേടിയോ എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. ഞാനിപ്പോൾ 5 to 6 years ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പാണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കപ്പും കൂടി കേട്ടോ. ഗോഡ് പ്രോമിസ്, ഇത് എന്താ പറയുക പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സിസേറിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മീഡിയം സൈസ് മതി. എന്താ പറയുക നോർമൽ ബർത്തൊക്കെ കഴിഞ്ഞവർക്ക് ലാർജ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ഇത് അത്ര എന്താ പറയുക എൻ്റർടൈനിങ് ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതുപോലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇതിങ്ങനെ വെക്കും, കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു 7 രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വജൈനയുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും, കണ്ടില്ലേ. അപ്പോൾ അത് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ എന്ത് കാട്ടിയാലും ഈ സാധനം പോവില്ല. പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തോട്ട് വലിച്ച് ബ്ലഡ് ഇങ്ങനെ കളഞ്ഞ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ഈ 7 ഫോൾഡ് മെത്തേഡ് ആണെങ്കിൽ എനിക്കിതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി. പിന്നെ വേറെ ഒന്നുണ്ട്, ഇങ്ങനെ സി ഫോൾഡ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ വജൈനയിൽ കയറ്റി നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ് സിറോണയുടെ മെൻസ്ട്രൽ കപ്പ്. വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്
ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മെൻസ്ട്രൽ കപ്പിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.